ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 5-ാം സ്കന്ധം 8-ാം അധ്യായം. ഭരതാഖ്യാനം തുടർച്ച. ശ്രീശുകൻ പറഞ്ഞു, ഒരിക്കൽ ആ മഹാനദിയിൽ സ്നാനം ചെയ്ത് സന്ധ്യാവന്ദനാദികളെല്ലാം കഴിച്ച് പ്രണവം ജപിച്ചുകൊണ്ട് ഗണ്ഡകീ തീരത്തിൽ 3 മുഹൂർത്ത നേരം അദ്ദേഹം ഇരിക്കുകയായിരുന്നു. അപ്പോൾ, അല്ലയോ രാജാവേ, ആ നദിയുടെ അരികത്ത് വെള്ളം കുടിക്കുന്നതിന് ഒരു മാൻപേട ഒറ്റയ്ക്ക് വന്നു ചേർന്നു. അവൾ അത്യാസക്തിയോടെ വെള്ളം മോന്തി കുടിക്കെ അടുത്തുനിന്ന് ഗംഭീരമായ ഒരു സിംഹഗർജനം കേൾക്കായി. ആ ഘോരനാദം കേട്ടപ്പോൾ സ്വതേ തന്നെ ഭയശീലയായ ആ പേടമാൻ പേടിച്ചരണ്ട് പരിഭ്രാന്തമായ നോട്ടത്തോടും കലങ്ങിയ ഹൃദയത്തോടും കൂടി ദാഹശമനം വരുത്താൻ പോലും കാത്തു നിൽക്കാതെ പെട്ടെന്ന് ആ നദിയിലേക്ക് ഒരു ചാട്ടം കൊടുത്തു. ഗർഭിണിയായ ആ മാനിൻ്റെ എടുത്തുചാട്ടം നിമിത്തം അതിഭയത്താൽ സ്വസ്ഥാനത്തിൽ നിന്നും ഇളകിച്ചമഞ്ഞ ഗർഭശിശു യോനീദ്വാരത്തിലൂടെ ആ ജലപ്രവാഹത്തിൽ നിപതിച്ചു. സിംഹത്തെ ഭയന്നുണ്ടായ ആ ചാട്ടവും ഗർഭസ്രവണവും നദി നീന്തി കടന്നതുമൂലം ക്ഷീണിതയും ദുഃഖിതയും കൂട്ടം പിരിഞ്ഞതുമായ ആ കൃഷ്ണമൃഗം സമീപത്തുള്ള ഏതോ ഒരു പർവ്വത ഗുഹയിൽ ചെന്നുകൂടുകയും അധികം താമസിയാതെ അവിടെ തന്നെ മരിക്കാനിടയാവുകയും ചെയ്തു. നദിയുടെ ഒഴുക്കിൽപ്പെട്ട് ഒലിച്ചു പോവുകയായിരുന്ന അനാഥമായ ആ മാൻകിടാവിനെ രാജർഷിയായ ഭരതൻ നേരിട്ട് കാണാനിടയാവുകയും അമ്മ മരിച്ച ആ കുഞ്ഞിൽ അനുകമ്പ തോന്നി അതിനെ സ്വാശ്രമത്തിലേക്ക് എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു. മാൻകുഞ്ഞിൽ അദ്ദേഹത്തിന് ക്രമേണ മമത കൂടിക്കൂടി വരികയും അതിന് നിത്യേന തീറ്റ കൊടുക്കുക, അതിനെ ലാളിക്കുക, ചൊറിഞ്ഞുകൊടുത്തും മറ്റും സന്തോഷിപ്പിക്കുക, അതിനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുക തുടങ്ങിയ കൃത്യങ്ങളിൽ മുഴുകുക നിമിത്തം ക്രമേണ യമനിയമാദികളും ഈശ്വരസപര്യയും മറ്റും ചുരുങ്ങി ഒടുവിൽ നിശേഷം ഇല്ലാതാവുകയും ചെയ്തു. ഹരേ, കഷ്ടം, ഈ മാൻകുഞ്ഞ് ഇങ്ങനെ കഷ്ടത്തിൽപ്പെട്ടുവല്ലോ. കാലചക്രത്തിരിച്ചിലിൻ്റെ വേഗത്തിൽപ്പെട്ട് സകല സുഹൃത്തുക്കളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും വേർപിരിഞ്ഞ് ഇത് എന്നെ ശരണം പ്രാപിക്കുകയും എന്നെ അച്ഛനും അമ്മയും ഭ്രാതാവും ബന്ധുവും തൻ കൂട്ടക്കാരിൽപ്പെട്ടവനുമാണ് എന്ന് വിചാരിച്ചു പോരുകയും ചെയ്യുന്നു. ഞാനല്ലാതെ ഇതിന് മറ്റാരുണ്ട് ഒരു രക്ഷ? എന്നിൽ അത്യന്തം വിശ്വാസത്തോടുകൂടി എന്നെ ശരണം ഗമിച്ച ഇതിനെ ഉപേക്ഷിക്കുക എന്നത് വലിയൊരു അപരാധമാവില്ലേ? അതുകൊണ്ട് ഇതിനെ സ്നേഹപൂർവം പോറ്റി വളർത്തേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. ശരണ്യോപേക്ഷ ദോഷം വരാതെ കഴിക്കേണ്ടത് ആവശ്യമാണ്. ശമപ്രധാനരും പൂജ്യന്മാരുമായ സജ്ജനങ്ങൾ ദീനവാത്സല്യം നിമിത്തം ഇത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും ഗൗരവം കൂടിയ സ്വന്തം കാര്യങ്ങളെപ്പോലും ഉപേക്ഷിക്കാതിരിക്കില്ല നിശ്ചയം. ഇങ്ങനെയുള്ള ചിന്തയാൽ ആ മാൻകുഞ്ഞിനെ സ്വസന്താനത്തെപ്പോലെ കരുതി ഉണ്ണുമ്പോഴും കുളിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം ഒന്നിച്ചു തന്നെ കൂട്ടി നടന്നു തുടങ്ങി. വല്ല നായയോ ചെന്നായയോ പിടിച്ചേക്കുമോ എന്ന ഭയത്താൽ വല്ലപ്പോഴും കുശയോ പൂക്കളോ ചമതയോ പ്ലാശിൻകോഴയോ കായ്ക്കിഴങ്ങുകളോ ജലമോ കൊണ്ടുവരുവാനായി ആശ്രമത്തിനു വെളിയിൽ ഇറങ്ങിപ്പോകേണ്ടി വന്ന സന്ദർഭങ്ങളിലെല്ലാം ആ മാൻകുഞ്ഞിനെയും അദ്ദേഹം ഒപ്പം കൂട്ടിക്കൊണ്ടുപോവുക പതിവായി. വഴി നടക്കുമ്പോൾ ബാലചാബല്യത്താൽ അത് അവിടെ ഓടിച്ചാടി കളിച്ച് തിരിച്ചെത്താൻ അല്പം വൈകിപ്പോയാൽ അതിനോടുള്ള സ്നേഹപാരവശ്യം നിമിത്തം അദ്ദേഹം അതിനെ ഉടൻ തോളിലെടുത്ത് നടക്കുകയായി. ഇങ്ങനെ തോളത്തും മടിയിലും ചിലപ്പോൾ മാറത്തും അതിനെ ഓമനിക്കാനും അങ്ങനെ ലാളിക്കുന്നതിൽ പരമമായ സന്തോഷം അനുഭവിക്കാനും തുടങ്ങി. പൂജാതികർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ തന്നെ ഇടയ്ക്കിടെ എഴുന്നേൽക്കുകയും ആ മാൻകുഞ്ഞിനെ പോയി നോക്കുകയും ഏകാഗ്രമായ മനസ്സോടുകൂടി എൻ്റെ കുഞ്ഞിന് സുഖമുണ്ടാവേണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയായി അദ്ദേഹം.
അതിനെ കുറഞ്ഞിട കാണാതാവുമ്പോൾ മുതൽ നശിച്ചുപോയ കൃപണൻ എന്ന പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സ് തപിക്കുകയും മാൻകുഞ്ഞിൻ്റെ വേർപാട് നിമിത്തമുള്ള ഔത്സുക്യത്താൽ അത്യന്തം വേദനയനുഭവിക്കുകയും മോഹവശങ്കതനായി കേൾക്കുന്നവർക്കു കൂടി കരുണ ജനിപ്പിക്കും വിധം അദ്ദേഹം ഇങ്ങനെ നിലവിളിക്കുകയും ചെയ്യും. അഹോ കഷ്ടം! തള്ളയില്ലാത്ത ദീനനായ ഈ മാൻകുഞ്ഞ്, കൊള്ളരുതാത്തവനും സുഹൃതഹീനനും വഞ്ചകനും കാട്ടാള ബുദ്ധിയുള്ളവനുമായ ഈ എന്നെ വിശ്വസിച്ച് നശിച്ചുവല്ലോ. ഇനി അത് തിരിച്ചു വരുമോ? എൻ്റെ തെറ്റിനെ ആത്മവിശുദ്ധിയാൽ സജ്ജനം എന്ന പോലെ അത് പൊറുക്കുമോ? ഇളമ്പുല്ലും തിന്നുകൊണ്ട് ആശ്രമോപവനത്തിൽ വല്ലയിടത്തും മേഞ്ഞു നടക്കുന്നതായി കാണാൻ എനിക്കിടയാകണമേ. വല്ല നായയോ കുറുക്കനോ ഒറ്റയ്ക്ക് നടക്കുന്ന വ്യാഘ്രാദിയിൽപ്പെട്ട വല്ലതുമോ, അഥവാ കൂട്ടമായി നടക്കുന്ന പന്നി തുടങ്ങിയ കാട്ടുമൃഗങ്ങളിൽ വല്ലതുമോ അതിനെ പിടിച്ചു ഭക്ഷിച്ചിരിക്കുമോ ആവോ? സകല ലോകക്ഷേമത്തിനായി ഉദിക്കുന്ന വേദസ്വരൂപനായ സൂര്യഭഗവാൻ ഇതാ അസ്തം ഗമിക്കുകയായി. ആ മാൻപേടയുടെ ന്യാസം സൂക്ഷിപ്പു മുതൽ ഇനിയും തിരിച്ചു വരുന്നതായി കാണുന്നില്ലല്ലോ. മനോരമ്യങ്ങളും കാഴ്ചയ്ക്ക് അതിസുന്ദരങ്ങളുമായ സഹജലീലാവിനോദങ്ങൾ കൊണ്ട് തൻ കൂട്ടുകാർക്കെല്ലാം ആനന്ദം നൽകി തിരിച്ചു വന്നു. ഈ സുഹൃതം കെട്ടവനെ ആ ഹരിണ രാജകുമാരൻ വീണ്ടും ആനന്ദിപ്പിക്കുമോ എന്തോ. നേരം പോക്കായി ഞാൻ സമാധി നടിച്ച് കണ്ണുമടച്ചിരിക്കുമ്പോൾ വല്ലാതെ ഭയന്ന് ഓടി എൻ്റെ അരികത്തു വന്ന് ജലബിന്ദു പോലെ മൃദുലമായ ആ കൊച്ചു കൊമ്പിൻ തലപ്പാൽ പ്രേമകോപത്തോടെ എന്നെ അത് പലപ്പോഴും ഇക്കിളിപ്പെടുത്താറുണ്ട്. ഹവിസ് വെച്ച ദർഭയെ കടിച്ചു വലിച്ചോ മറ്റോ അത് തകരാറാക്കുമ്പോൾ ഞാൻ അതിനെ ശകാരിക്കും. അപ്പോൾ അത് വല്ലാതെ പേടിച്ച് കളിയെല്ലാം നിർത്തി ഒരു ഋഷികുമാരനെ പോലെ കൈകാലുകൾ ഒന്നും അനക്കാതെ അങ്ങനെ നിൽക്കുകയായി. എന്തൊരു ബുദ്ധിയാണ് ആ മാൻകുഞ്ഞിന്! പെട്ടെന്ന് അതിൻ്റെ കുളമ്പടികൾ കണ്ട് വിലപിക്കുന്നു. അഹോ, ഈ ഭൂമി എത്ര ഭാഗ്യവതിയാണ്! എന്തൊരു തപസ്സാണ് ഇവൾ ആചരിച്ചത്! സൗമ്യനായ ഈ കൃഷ്ണമൃഗ കിശോരൻ്റെ സൂക്ഷ്മസുന്ദരങ്ങളും മംഗളകരങ്ങളും മൃദുലങ്ങളുമായ കുളമ്പടികൾ വഴിയായി ആ മാൻകുഞ്ഞാകുന്ന ധനത്തിൻ്റെ നാശം മൂലം അതിദുഃഖമനുഭവിക്കുന്ന എനിക്ക് ആ മാൻകുഞ്ഞു പോയ മാർഗം ഏതെന്ന് കാട്ടിത്തരികയും സ്വയം ആ പാദമുദ്രകളാൽ അലങ്കൃതയായി തീരുകയും സ്വർഗാപവർഗകാമികളായ ബ്രാഹ്മണർക്ക് തന്മൂലം തന്നെ ഒരു യാഗഭൂമിയായി തീരാനുള്ള അർഹത സമ്പാദിക്കുകയും ചെയ്തിരിക്കുന്നു ഈ ഭൂമി. യസ്മിൻ ദേശേ മൃഗ കൃഷ്ണസ്തസ്മിൻ ധർമാൻ നിബോധത എന്ന സ്മൃതിവചനപ്രകാരം കൃഷ്ണമൃഗങ്ങളുള്ളിടങ്ങൾ പുണ്യദേശങ്ങളാണ് എന്ന് അനുസ്മരിക്കുകയാണ് ഭരതർഷി ഇവിടെ ചെയ്തിരിക്കുന്നത്. ആശ്രമപദം വിട്ട് എങ്ങോ എത്തിച്ചേർന്ന തള്ളയില്ലാത്ത ആ മാൻകുഞ്ഞിനെ കണ്ട് അനുകമ്പ തോന്നി. ഈ ദീനദയാലുവായ ഭഗവാൻ ഉടുരാജൻ വല്ല സിംഹമോ മറ്റോ അതിനെ പിടിച്ചു തിന്നേക്കുമോ എന്നു ഭയന്ന് സ്വന്തം മടിയിലിരുത്തി ലാളിക്കുകയാണോ? ചന്ദ്രനിൽ കണ്ട മാനിൻ്റെ ലാഞ്ചനത്തെ നോക്കി അദ്ദേഹം വിലപിക്കുകയാണ്. പുത്രവിരഹ ദുഃഖമാകുന്ന കാട്ടുതീജ്വാലയാൽ വെന്തുകരിയുന്ന ഉൾത്താരോടുകൂടി ആ മാൻകുഞ്ഞിനെയും തേടി നടക്കുന്ന എൻ്റെ പേരിൽ തോന്നിയ കാരുണ്യം നിമിത്തം കൂടുതൽ തണുപ്പും ശാന്തിയും വർഷിക്കുന്ന വദനസലിലാമൃത രൂപങ്ങളായ വെൺകതിരുകളാൽ ഈ പൂന്തിങ്കൾ എന്നെ സാന്ത്വനപ്പെടുത്താനായി വന്നിരിക്കുകയാണോ? മന്ത്രവാദികൾ വദനസലിലം കൊണ്ട് താപശമനം ചെയ്യാറുണ്ടെന്നത് പ്രസിദ്ധമാണല്ലോ. ശ്രീശുകൻ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ സ്വമനോരഥം സാധിക്കാതെ അദ്ദേഹം വ്യാകുലചിത്തനായി തീർന്നു. മൃഗബാലരൂപത്തിൽ തന്നെ ബാധിച്ച പ്രാരബ്ധകർമ്മം നിമിത്തം യോഗമാർഗത്തിൽ നിന്നും അധപ്പതിച്ചു. ആ യോഗി ഭഗവതാരാധനാപരമായ കർമ്മത്തിൽ നിന്നും അങ്ങനെ ഭ്രംശിതനായി. ഇത് പ്രാരബ്ധശക്തിയല്ലാതെ മറ്റെന്താണ്? പ്രത്യക്ഷമായും മോക്ഷത്തിനു വിരുദ്ധമാണെന്ന കാരണത്താൽ ദുസ്ത്യാജ്യരായ സ്വന്തം സന്താനങ്ങളെപ്പോലും ഇതിനു മുൻപേ വലിച്ചെറിഞ്ഞ മഹാനാണ് അദ്ദേഹം. എന്നിട്ടോ തൻ്റെ വർഗത്തിൽപ്പെടാത്ത ഒരു മാനിൻ്റെ കുഞ്ഞിൽ ഇപ്പോൾ ആസക്തനായി ഭവിക്കുകയും അതിനെ വളർത്തുക, രക്ഷിക്കുക, പ്രീണിപ്പിക്കുക തുടങ്ങിയ
പല വ്യാപാരങ്ങളിലും ഏർപ്പെട്ട് ആത്മാവിനെ പോലും ഗണിക്കാതാവുകയും ചെയ്തിരിക്കുന്നു. ഈ നിലയിൽ കഴിയുമ്പോൾ അതാ എലിപ്പോട്ടിലെത്തിയ സർപ്പം എന്ന പോലെ ദുരതിക്രമവും കരാളവേഗവുമായ അന്ത്യകാലവും വന്നു ചേർന്നു. ഹരേ, മരണസമയത്തിൽ അടുത്തിരുന്നു കരയുന്ന സ്വന്തം പുത്രനെ എന്ന പോലെ ആ മാനിനെ തന്നെ അഭിവീക്ഷിച്ചുകൊണ്ടും അതിനെ തന്നെ സ്മരിച്ചുകൊണ്ടും സ്വശരീരത്തെയും മാനിനെയും വെടിഞ്ഞ് ചരമമടഞ്ഞ അദ്ദേഹം ഒരു പ്രാകൃത പുരുഷൻ എന്ന പോലെ ഒരു മാനായി തന്നെ വീണ്ടും ജനിക്കാനിട വന്നു. പക്ഷേ മൃഗമായി പിറന്നപ്പോഴും അദ്ദേഹത്തിന് പൂർവജന്മസ്മൃതി ഉണ്ടായിരുന്നു. ഭഗവത് ഭജനം വ്യർത്ഥമായില്ല എന്ന് താൽപ്പര്യം. ഹരേ, ആ അവസ്ഥയിലും ഭഗവതാരാധനാനുഷ്ഠാന മാഹാത്മ്യത്താൽ താനൊരു മൃഗമായി ജനിക്കാനുണ്ടായ കാരണത്തെ ഓർത്ത് അദ്ദേഹം ഇങ്ങനെ പശ്ചാത്തപിച്ചു. അഹോ കഷ്ടം! ആത്മജ്ഞന്മാരുടെ മാർഗത്തിലെത്തിയിട്ടും ഞാൻ അവിടെ നിന്ന് താഴത്തു വീണുപോയല്ലോ. സമസ്ത സംഘങ്ങളും വിട്ട് ഏകാന്ത പുണ്യാരണ്യത്തെ ശരണം പ്രാപിച്ച് ആത്മവാനായിത്തീരുകയും സർവഭൂതാത്മാവായ ഭഗവാൻ വാസുദേവൻ്റെ കഥകൾ കേൾക്കുക, മനനം ചെയ്യുക, സങ്കീർത്തിക്കുക, പൂജിക്കുക, ഭഗവത് രൂപത്തെ ധ്യാനം ചെയ്യുക എന്നിങ്ങനെയുള്ള പ്രവൃത്തികളാൽ ഒറ്റയാമം പോലും വെറുതെ കളയാതെ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ ഒരു മാൻകിടാവിനെ കണ്ട് അവിദ്വാനായ എൻ്റെ മനസ്സ് പൂർവസ്ഥാനത്തിൽ നിന്നും ഊരിക്കുത്തി വീണുപോയല്ലോ എന്നിങ്ങനെ ഉള്ളിൽ വിരക്തഭാവം പൂണ്ട് അമ്മയായ മാൻപേടയെയും വിട്ട് കാലംജരം എന്ന പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ട് ഉപശമശീലരായ മുനിജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും സാലഗ്രാമം എന്ന പേരുള്ളതുമായ പുലസ്ത്യപുലഹാശ്രമമാകുന്ന ഭഗവത് ക്ഷേത്രത്തിൽ ആ മാൻ എത്തിച്ചേർന്നു. അവിടെ കാലം പ്രതീക്ഷിച്ചുകൊണ്ടും അന്യസംസർഗത്തെ വളരെയേറെ ഭയന്നുകൊണ്ടും ഉണങ്ങി വീണ ഇലകളും പുല്ലും ചെടിയും മാത്രം ഭക്ഷിച്ചുകൊണ്ടും ഇങ്ങനെ ഒരു മൃഗമായി പിറക്കാൻ കാരണമായ പ്രാരബ്ധത്തിൻ്റെ അവസാനത്തെ തന്നെ നനച്ചുകൊണ്ടും അന്ത്യകാലമായെന്നറിഞ്ഞ ഉടനെ സ്വശരീരത്തെ ആ മാൻ അവിടത്തെ തീർത്ഥജലത്തിൽ ഉത്സർജിച്ചു. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ. 8-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.